ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBI ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഒരു ഓഫറാണ്. നിങ്ങളൊരു SBI ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി SBI ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് EMI പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആമസോൺ വോച്ചർ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് മിനിമം നമുക്ക് 500 രൂപയുടെ ആമസോൺ വോച്ചർ അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു EMI പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഡീൽ തന്നെയാണ് വെച്ചാൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 500 രൂപ ഏൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് ഇപ്പോൾ അതിൻ്റെ ഓഫർ ഡീറ്റെയിൽസിലേക്കും സംഭവത്തിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ച് വേൾഡ് കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മറക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഞാൻ പേജ് നിങ്ങൾക്ക് ഫോളോ അടിച്ച് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. എല്ലാ സംഭവങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അത് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായത് നമ്മുടെ വയനാട്ടിലത്തെ ദുരന്തം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മാക്സിമം ആൾക്കാർ കോൺട്രിബ്യൂഷൻ ചെയ്യാത്തവർ ചെയ്യുക. എന്താ വെച്ചാൽ നമുക്ക് ഈ ഡൊണേഷൻ കൊണ്ട് നമുക്ക് എക്സ്ട്രാ ടാക്സ് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡൊണേഷൻ കൊടുക്കുന്നതിന് നമുക്ക് ആക്ച്വലി ടാക്സ് ബെനിഫിറ്റ് സംഭവം കിട്ടും. നമുക്കറിയാം നമ്മുടെ ഇൻകത്ത് നിങ്ങളിപ്പോൾ ടാക്സ് ഫയൽ സംഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്താ പറയുക, നമുക്ക് ടാക്സ് ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ട്. നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് മാറ്റി കിട്ടും. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് തരുന്ന ഒരു സംഭവം തന്നെയാണ് ഡൊണേഷൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. നിങ്ങൾക്കതിപ്പോൾ ഇവർ പറയുന്ന നമ്മുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ത്രൂ തന്നെ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് വേറെ വഴിയും ചെയ്യാം. അപ്പോൾ ഞാനൊക്കെ നമ്മുടെ ഈ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് കൂടെ അത്രയധികം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല. നമ്മൾ വേറെ ഒരു ഡയറക്റ്റ് വേ ത്രൂ കൂടെയാണ്, നമ്മളത് പറയുന്നില്ല, വേറെ ഡയറക്റ്റ് വേ ത്രൂ കൂടെയാണ് നമ്മളത് ഫുൾ കോൺട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ ഏത് വേ ത്രൂ വരുമ്പോഴും നമുക്ക് ആക്ച്വലി ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് തരുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനായിട്ടും ഏറ്റവും കൂടുതൽ പുറമെ നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ആക്ച്വലി ആ സമയത്ത് നമ്മൾ പൊളിറ്റിക്സും സംഭവം നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് നമുക്ക് അറിയായിരിക്കും, അത് നോക്കിയിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് എന്താ പറയുക, ഈ ഡൊണേഷനും അതുപോലെ തന്നെ വീട് കെട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ചെയ്യാത്തവർ ചെയ്യട്ടെ, അത് നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഏത് SBI കാർഡാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഓഫർ വാലിഡ് എന്ന് പറയുന്നത് നമുക്ക് 1 ഓഗസ്റ്റ് തൊട്ട് 31 ഓഗസ്റ്റ് വരെയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലത്തെ ഒരു ഓഫറാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു EMI ട്രാൻസാക്ഷൻ നമുക്ക് അറിയായിരിക്കും. ഇതിൽ നിങ്ങൾ SBIയുടെ കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നിങ്ങളൊരു 3000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ ഈ സാധനം നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനവർ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സി പേ എന്ന് പറഞ്ഞാണ് അവർ പറയുക. നമുക്ക് ഫ്ലെക്സി പേ EMI കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൽ കാണിക്കുക. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് 30,000-ന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി അത് EMI കൺവേർട്ട് ചെയ്യുമ്പോൾ 500 രൂപയുടെ ആമസോൺ വെച്ച് നമുക്ക് കിട്ടും. അത് എത്ര ടെനറിലേക്ക് ചെയ്യണം? മിനിമം 12 മാസം, 18 മാസം, 24 മാസം, 36 മാസം. ഇതിലേതായാലും 4 ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാം ഇത് നഷ്ടമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് സംഭവമൊക്കെ വരും. പക്ഷേ നിങ്ങൾ ഓൾറെഡി EMI-ലാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 500 രൂപയെങ്കിലും നമുക്ക് ആമസോൺ വോച്ചറായിട്ട് കിട്ടില്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതും ഡയറക്റ്റ് വാങ്ങിക്കരുത്. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിൽ കയറിയിട്ട് ഫ്ലെക്സി പേ ഉപയോഗിച്ചിട്ട് EMI കൺവേർട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് സംഭവം ഞാൻ എടുത്ത് പറയാൻ കാരണം. പിന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ആമസോൺ വോച്ചർ വിൽ ബി സെൻഡ് ടു ദ എലിജിബിൾ കാർഡ് ഹോൾഡർ ഓൺ ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വിത്ത് 3 months ആണ്, വിത്തിൻ 3 months ആണ്. പിന്നെ ബുക്കിംഗ്സ് വിത്ത് ക്യാൻസൽഡ് ഫോർക്ലോസ്ഡ് ഓർ ഫോർക്ലോസ് ചെയ്തൊന്നും കിട്ടില്ല. ആ സാധനം ഫുൾ EMI ഫുള്ള് അടച്ച് പോകണം. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, നമ്മുടെ ആമസോൺ വോച്ചർ ക്യാൻസൽ ആയി പോകും. പിന്നെ എലിജിബിൾ കാർഡ് ഹോൾഡേഴ്സ് വിൽ റിസീവ് എ one-time ആമസോൺ വോച്ചർ ഓഫ് ₹500 ഡ്യൂറിംഗ് ദ എൻറ്റയർ ഓഫർ പീരീഡ് ഈവൻ ഇഫ് ദേ ഹാവ് മെയ്ഡ് മൾട്ടിപ്പിൾ എലിജിബിൾ ബുക്കിംഗ്സ്. അതായത് ഒരെണ്ണം കിട്ടുള്ളൂ, എത്ര ചെയ്താലും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SBI കാർഡ് ഹോൾഡർ ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ ഉപയോഗിക്കുന്ന SBI കാർഡ് ഹോൾഡർ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാഷ് ബാക്ക് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, സിമ്പിൾ ക്ലിക്ക് ഉപയോഗിക്കുന്നുണ്ട്, BPCL ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ കാർഡ് ഉപയോഗിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഏത് SBI കാർഡ് ഉപയോഗിച്ചാലും നമുക്ക് കിട്ടും. കോബ്രണ്ട് ആയിക്കോട്ടെ, ഏത് കാർഡായാലും കിട്ടുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരെങ്കിലും SBI കാർഡ് ഉപയോഗിച്ചിട്ട് EMI പർച്ചേസ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു SBI കാർഡ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് SBI കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക്, നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതോടെ ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചാനൽ കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വണ്ടിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്.